ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീക്ക് തിരിച്ചടി. മുൻകൂർ ജാമ്യ ഹർജി പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയും തള്ളി. ദ്വാരപാലകരുടെ ശില്പപാളികൾ കൊടുത്തുവിടാനുള്ള ദേവസ്വം ബോർഡ് മിനിറ്റ്സിൽ എസ് ജയശ്രീ തിരുത്തുവരുത്തിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് AV ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് അതിന്റെ വിവരങ്ങൾ? ദിലീപ് കുമാർ, ഈ ദ്വാരപാല കേസുമായി ബന്ധപ്പെട്ട് കേസിലെ 4ാം പ്രതിയാണ് മുൻ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ഗുരുതരമായ കൃത്യവിലോപം നടത്തിയെന്നാണ് SIT കോടതിയിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇവർക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്ന കാര്യവും SIT കോടതിയെ അറിയിച്ചു. ഈ ദേവസ്വം ബോർഡിൻ്റെ ഈ തീരുമാനങ്ങൾ ഈ മിനിറ്റ്സിൽ ഇവർ തിരുത്തിയത് ബോധപൂർവമാണ് തിരുത്തിയത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിൽ ദ്വാരപാലക പാളികൾ കൊടുത്തുവിടാൻ തന്നെ കാരണമായത് ഈ ജയശ്രീ നടത്തിയ തിരുത്താണെന്നും SIT കോടതിയിൽ അറിയിച്ചു. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ഇവരുടെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഈ അസുഖം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ കോടതിയിൽ ബാധിച്ചെങ്കിലും അതൊന്നും കോടതി പരിഗണിച്ചില്ല. SIT ഇതിനൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള മറുപടികൾ നൽകുകയും ചെയ്തു. ആദ്യം ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയും ജാമ്യം തേടുകയും ചെയ്തിരുന്നു. ഹൈക്കോടതിയാണ് കീഴ്ക്കോടതികളെ സമീപിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയത്. അങ്ങനെയാണ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ ഇവർ ജാമ്യാർജിയുമായി എത്തിയത്. എന്തായാലും ആ ഹർജി തള്ളിയിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ പതിവ് വെച്ച ഒരു ഉദ്യോഗസ്ഥയാണ് ജയശ്രീ എന്ന് പറയുന്നത്. ജയശ്രീയാണ് ഈ മിനിറ്റ്സ് തിരുത്തിയത്. ആ തിരുത്തൽ വരുത്തിയത് കാരണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് ഈ ദ്വാരപാലക പാളികൾ എത്തിയത്. അതാണ് പിന്നീട് ഇത്രയും വലിയ ഒരു സ്വർണ്ണക്കൊള്ളയിലേക്ക് തന്നെ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ കക്ഷിയാണ്. അധികം വൈകാതെ SIT ജയശ്രീയെ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ദിലീപ് കുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.